ഹായ് ഗൈസ്, പൂക്കളെയും ചെടികളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അബീസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളുകളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് പിന്നെ ഒരുപാട് തിരക്കും കാര്യമൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചെന്താ വീഡിയോ ചെയ്യാത്ത ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ സെയിൽ വീഡിയോ ആയിട്ടല്ല, കുറച്ച് ലോട്ടസ് വിശേഷങ്ങൾ പറയാൻ കൂടായിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഐശ്വര്യ ലോട്ടസ്. എൻ്റെ കളക്ഷനിൽ ഫസ്റ്റായിട്ട് വിരിയാണ് കേട്ടോ. ഇത് രണ്ടാമത്തെ ഫ്ലവറാണ് കേട്ടോ. സെക്കൻഡ് ഫ്ലവറാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ ഈ കാണുന്നത്. ഒത്തിരി പൂക്കൾ. ഇത് രണ്ടാമത്തെ ദിവസമാണ് നമുക്ക് വിരിഞ്ഞ് വരുന്ന സമയത്ത് ഞാനൊന്ന് വിരിയിപ്പിച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഐശ്വര്യ. ഒരുപാട് ആളുകൾ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഐറ്റം കൂടാണ് കേട്ടോ. അപ്പോൾ ഐശ്വര്യ ലോട്ടസിനെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഈ കാണുന്ന ലോട്ടസിൻ്റെ ലീഫിന് ഒരു ചുരുണ്ട് നിൽക്കുന്ന പോലെ ഒരു അസുഖം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ്, ഇത് എന്ത് കംപ്ലൈൻ്റ് ആണെന്നും അതിനെന്താ ചെയ്യേണ്ടത്, പ്രതിവിധി എന്താണെന്നും അറിയുന്നവരൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ലക്ഷ്മി തമോ ഒക്കെ നമുക്ക് ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ. ഫ്ലവർ വന്നു അപ്പോൾ ഞാൻ രണ്ട് ഡബ്ബയിൽ 2 ബേസിലായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഒന്നിൽ ട്യൂബർ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ ഒന്നിൽ ഫ്ലവർ വന്നുകൊണ്ടേ നിൽക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ പുറത്തുനിന്നൊന്നും ട്യൂബേഴ്സ് എടുത്തിട്ട് സെയിൽ ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ 2-3 ഡബ്ബിൽ നട്ട് വെച്ചിട്ട് ഓരോന്നോരോന്ന് എടുത്തിട്ടാണ് സെയിൽ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ അമരി പിയോണിയാണ് കേട്ടോ. അമരി പിയോണി ഒരു രക്ഷയില്ല, എപ്പോഴും ഫ്ലവറാണ്. അതിൻ്റെ ട്യൂബേഴ്സ് നമ്മളോട് എടുക്കേണ്ടതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത്രയും ഫ്ലവറാണ്. ഞാൻ എപ്പോഴും എന്നോട് ഒരുപാട് ആളുകൾ അമരി പിയോണീൻ്റെ ട്യൂബേഴ്സ് ചോദിച്ചിട്ട് അത് എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല. അവരെപ്പോഴും ഫ്ലവർ ബഡും ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കുകയാണ്. അപ്പോൾ ഞാനും വിചാരിച്ചു അവരങ്ങനെ ഫ്ലവർ വിരിയട്ടെ. അത് കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണല്ലോ. കണ്ടില്ലേ, 2 ഒപ്പരം നിൽക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് യെല്ലോ പിയോണി. എൻ്റെ കൂടെ കൂടിയിട്ട് 3.5 വർഷം കഴിഞ്ഞു. നമ്മൾ കൊറോണ ഫസ്റ്റ് ടൈമിൽ വെച്ച് പിടിപ്പിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ എൻ്റെ കൂടെ കൂടിയ ആളാണ് ഈ യെല്ലോ പിയോണി. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ മനസ്സിന് ഒത്തിരി സന്തോഷം തന്നിട്ടുള്ള ആളാണ് കേട്ടോ. ഒത്തിരി പൂക്കൾ എനിക്ക് വന്നിട്ടുണ്ട്. മുമ്പൊക്കെ വീഡിയോ ചെയ്തതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും യെല്ലോ പിയോണിയുടെ ഫ്ലവർ. അപ്പോൾ ഈ കാണുന്നതാണ് ജപ്പോണിക്ക. പഞ്ഞി പോലത്തെ പൂവാണ് കേട്ടോ. പഞ്ഞിക്കെട്ട് പോലത്തെ പൂവാണ്. പിന്നെ നമ്മൾ കയ്യിൽ ഒത്തിരി വാട്ടർ ലില്ലീസൊക്കെ ഉണ്ട്. വാട്ടർ ലില്ലീസ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഏതൊക്കെ വാട്ടർ ലില്ലിയാണ് സെയിലിനുള്ളതെന്ന് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ വിട്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി ഐറ്റം യെല്ലോ വാട്ടർ ലില്ലിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് റെഡ് പിയോണിയാണ്. റെഡ് പിയോണിനെ ഇഷ്ടമുള്ളവർ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഒത്തിരി പൂക്കൾ തരുന്നൊരൈറ്റാണ് കേട്ടോ. അത് നല്ല ഭംഗിയുള്ള ഫ്ലവറല്ലേ ഉണ്ടോ. ഇതിൽ വാട്ടർ ലില്ലിയും കൂടെ കൈ അടക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബേസിന് ഉണ്ടോ. വാട്ടർ ലില്ലി അതിൻ്റെ ഇടയിൽ കയറി പിടിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ പൂക്കുമെന്ന് പറഞ്ഞിട്ടാണ് റെഡ് പിയോണി